ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആശയങ്ങൾ എന്നിൽ ജനിക്കുവാൻ കർത്താവേ, ആ സാന്നിധ്യത്തിനകത്ത് നിൽക്കുവാൻ കഴിയാതെ എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. എനിക്കറിയാം ഭയങ്കര ദൈവ സാന്നിധ്യം ഇന്ന് ഇതിനകത്ത് പരിശുദ്ധ ആത്മാവ് തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. ചില ശരീരങ്ങൾക്കകത്ത് എനിക്കറിയാം ആരും തലയിൽ കൈവച്ചില്ലെങ്കിലോ നിങ്ങളുടെ ശരീരത്തിനകത്ത് അസാധാരണമായ ഒരു ദൈവ ശക്തിയെ ഇപ്പോൾ പരിശുദ്ധ ആത്മാവ് ഇതിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ മേൽ തുറക്കുമെന്ന് ഒരേ പരിശുദ്ധ ആത്മാവ് പറയുന്നു. നിന്റെ മേൽ വലിയൊരു സാന്നിധ്യം അശുദ്ധിയല്ല ചാരമാകട്ടെ, അശുദ്ധിയല്ല ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എന്നശുദ്ധിയല്ല ചാരമാകട്ടെ, ഞാൻ ഉറപ്പുള്ളവരായിരിക്കും, ധൈര്യത്തോടെ ഇരിപ്പിൻ. നീ ചിലതിനെ മറികടക്കാൻ തുടങ്ങുകയാണ്. ആരെങ്കിലും അല്ല മറികടക്കുന്നത്. ഇന്നലകളിൽ കരകവിഞ്ഞൊഴുകി വന്നതിനെ നീ മറികടക്കാൻ തുടങ്ങുകയാ. കാരണം എന്താണെന്നറിയാമോ? ജീവിക്കുന്ന ദൈവം നിന്റെ ഇടയിലുണ്ടെന്ന് എനിക്ക് ദേശത്ത് തെളിയിച്ചേ പറ്റത്തുള്ളൂ, എനിക്ക് പട്ടണത്തിനകത്ത് തെളിയിച്ചേ പറ്റത്തുള്ളൂ. നിന്റെ തലമുറകളുടെ ഇടയിൽ ജീവനുള്ള ദൈവമുണ്ടെന്ന് എനിക്ക് തെളിയിക്കണം. യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ അഭിഷേകം, യേശുവിന്റെ നാമത്തിൽ എനിക്ക് തെളിയിക്കണം. ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന്. കരമടിക്കാതെ നന്നായി കരമടിച്ചോ. ഒരഭിഷേകത്തിന്റെ ശക്തി വീഴുന്നു, ഒരഭിഷേകത്തിന്റെ ശക്തി ആത്മാവിൽ സ്വീകരിക്കാം. കരങ്ങൾ പാദങ്ങൾ പദം പറയുന്നു. ഈ മിനിറ്റിൽ പ്രാരംഭത്തിൽ പറഞ്ഞ പദം ഹല്ലേലൂയ നമ്മൾ ഒന്നുകൂടെ പറയാൻ തുടങ്ങുകയാണ്. സാന്നിധ്യത്തെ പരിശുദ്ധ ആത്മാവ് തുറക്കുന്ന ഞാൻ കാണുന്നു. ചില രോഗങ്ങൾ സൗഖ്യമാകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധ ആത്മാവിനെ പ്രവചിച്ച് കൈമാറുന്നു. ഉദര സംബന്ധമായ എനിക്കറിയത്തില്ല ആരോ അങ്ങനെ ഭാരപ്പെടുന്ന ആരെയോ പരിശുദ്ധ ആത്മാവ് തൊടുകയാ. ആത്മാവിൽ പ്രാർത്ഥിച്ചോ ഈ മിനിറ്റ്. അങ്ങനെ രോഗം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ ആ ഉദരത്തിലൊന്ന് തൊട്ടിട്ട് ആത്മാവിൽ പ്രാർത്ഥിച്ച് ഈ സാന്നിധ്യം നിറഞ്ഞപ്പോ ഇത് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു.